രാവിലെ 4 മണിക്ക് എണീക്കും. അത് പണ്ട് പോലെ ഒരു ശീലമാണ്. അപ്പോൾ 4 മണിക്ക് എണീറ്റാൽ യോഗ ചെയ്യും, കുറച്ച് മറ്റേ എക്സസൈസൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹഡിൽ ചെയ്യണമെങ്കിൽ ഹഡിലിൻ്റെ നമ്മളിപ്പോൾ 80 മീറ്റർ ഹഡിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമുള്ളവർക്ക് ഞങ്ങൾക്കൊക്കെ 80 മീറ്ററും 200 മീറ്റർ ഹഡിലുമാണ് 80+ഉള്ളവർക്ക്. അപ്പോൾ അതിൻ്റെ എറണാകുളത്ത് ചെന്നാൽ മാരസ് കോളേജ് ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നാൽ പോലീസ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലോ അത് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് അത് അവിടെ പോയി അതിൻ്റെ മത്സരത്തിന് തന്നെ തയ്യാറായി പോകാറുണ്ട്. അങ്ങനെ വന്നാലാണ് നമുക്ക് മത്സരത്തിൽ സജീവമായി നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ MLA ആയിരിക്കുമ്പോൾ VS സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കാൻ വരുമായിരുന്നു. അദ്ദേഹം ചുറ്റി നടന്നു വരുമ്പോൾ ഞാനിങ്ങനെ ഓട്ടമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒക്കെ ചെല്ലുമ്പോൾ എന്താണോ ജയിക്കവേ താനും ഇപ്പോഴും ഓടും ഇദ്ദേഹം ആണെന്നൊക്കെ ചോദിക്കാറ്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും. പക്ഷേ നോർമലി ഈ പറഞ്ഞ ഇപ്പം നമ്മൾ MLA പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു, നാട്ടിലൊക്കെ ആളുകളൊക്കെ ഈ കല്യാണവും എല്ലാം വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പരമാവധി അവിടുന്ന് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഞാൻ കുറേ കാലം വെജിറ്റേറിയനായിരുന്നു. വെജിറ്റേറിയനായിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ വെയിറ്റ് കുറയുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ നോൺ വെജ് ഇപ്പോൾ മുട്ടയും മറ്റേ മാംസവും മത്സ്യവും ഒക്കെ കഴിക്കും. അങ്ങനെയുള്ള അല്ല, അത് കാര്യമായ സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെ അനുസരിച്ചിട്ട് വരുമ്പോൾ ഈ ചെറിയ വേരിയേഷൻസൊക്കെ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മെഡിക്കൽ അതൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യും. നമ്മുടെ ഇപ്പം ഷുഗറുണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് വരുവാണെങ്കിൽ നമ്മൾ അത് ലിമിറ്റ് ചെയ്യേണ്ട കാര്യം അനുസരിച്ചിട്ട് ആ രീതിയിൽ പോകും. അതുകൊണ്ട് ഒന്നും അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ ആണ് പോകുന്നത്. ഈ വിദേശത്തൊക്കെ മീറ്റുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഭക്ഷണം എന്താണ് വിദേശത്ത് ഈ ഭക്ഷണം നമ്മൾ ഈ വിദേശത്ത് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണത്തിൽ സത്യത്തിൽ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ ഈ സ്പൈസ് കുറവുള്ള ഭക്ഷണമാണ്. പക്ഷെ അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മൾ അവരുടെ ഭക്ഷണത്തിന് നമുക്ക് നമ്മുടെ ടേസ്റ്റൊന്നും അല്ലെങ്കിൽ പോലും ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വലിയ വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ടേസ്റ്റി അല്ലായിരിക്കും ചിലപ്പോൾ, സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ളൊരു ടേസ്റ്റി ആവണമെന്നില്ല. പക്ഷെ ആ ഭക്ഷണം ഒരിക്കലും നമുക്ക് വയറിനോ മറ്റോ അങ്ങനെ ഉണ്ടാവില്ല. ബുള്ളറ്റിനോട് ഇത്ര ഒരു താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം വരാനുള്ള കാരണം? അല്ല, ബുള്ളറ്റ് എനിക്കിപ്പോൾ 1174 രജിസ്റ്റർ ചെയ്ത് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതിന് മുമ്പ് എനിക്കൊരു പഴയ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള ബുള്ളറ്റ് എന്ന് പറയുന്നത് 1174 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 52 വർഷമായി. ഇപ്പം എൻ്റെ പേരിലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഞാനാണ് എൻ്റെ അന്ന് വണ്ടി വാങ്ങിക്കുമ്പോൾ ഏതാണ്ട് 4562 രൂപയൊക്കെയാണ് അന്ന് ബുള്ളറ്റിൻ്റെ വില. അപ്പം ആ ഒരു രീതിയിൽ അന്ന് ആ വണ്ടിയാണ്. ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. ആ വണ്ടി ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ബുള്ളറ്റ് ഓടിക്കും. അതുപോലെ സൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം കാറ് ഇപ്പം എന്നാ വെച്ചാൽ ഇപ്പം നമുക്കൊരു അടുത്തൊരു മരണ വീടുണ്ട്, അല്ലെങ്കിൽ വേറൊരു കല്യാണത്തിന് വിളിച്ച് അവിടെ ഒന്ന് പോകണം, ആരെയും മക്കളും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവറും ഇല്ല, പോകേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും.